കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഐശ്വര്യമായിട്ടങ്ങ് പിടിച്ചേ, പിടിക്കേ. എന്നിട്ട് വലത് കാല് വെച്ച് മാഡത്തിന്റെ മുറിയിലോട്ട് ചെല്ല്. സാക്ഷാൽ മിനിസ്റ്ററാണ് അവിടെ ഇരിക്കുന്നത് ഓർക്കണം. ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാവാൻ പോവാ. ചെല്ല്. അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്തു വരില്ലേ? അണിയറ നീക്കങ്ങളൊക്കെ ആരംഭിച്ചോ? ജനങ്ങളുടെ ഇടയിൽ എന്റെ ഇമേജ് ക്ലീൻ ആണ്. നാളെ ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും ഐ ആം റെഡി. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അണിയറ നീക്കത്തിന്റെ ആവശ്യമില്ല. മുകുന്ദനെ കേന്ദ്രത്തിലേക്ക് അയക്കാൻ പാർട്ടി ആലോചിക്കുന്നതായി ഇടയ്ക്കൊരു ടോക്ക് കേട്ടു. അത് ശരി. ഇവിടെ എത്താത്ത ടോപ്പ് സീക്രട്സ് ഒന്നും ഇല്ലല്ലോ. റഡാർ ഘടിപ്പിച്ചിട്ടുണ്ടോ? എനിവേ യു ആർ കറക്റ്റ്. എന്നെ ഡൽഹിയിലേക്ക് പാക്ക് ചെയ്യാൻ ഒരു നീക്കം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ഒതുങ്ങാൻ ഞാൻ നിന്നു കൊടുക്കൂ? എനിക്ക് കേരളം മതി. ഇതാണ് എന്റെ സാമ്രാജ്യം. അതല്ലേ ശരി? മേ ബി മുകുന്ദന് ശരിയെന്ന് തോന്നെടുത്ത് ഞാനിതിന് മാർക്കിടണം. യെസ്, കമ്മിങ്. വാ. വരൂ. സാറിന് കൊടുക്ക്. മോള് കുടിച്ചോ? ഇതാരാണെന്ന് മനസ്സിലായോ? മോളിങ് അടുത്ത് വാ. ഗംഗ എന്റെ സ്വന്തം കുട്ടിയെ കേട്ടോ. അവൾക്കൊരു ജോലി ശരിയാക്കി കൊടുക്കണം. ഇപ്പൊ പഴയതുപോലെ പിൻവാതിൽ നിയമനം ഒന്നും നടക്കില്ലെന്ന് അറിയാവല്ലോ. എല്ലായിടത്തും ക്യാമറ കണ്ണുകളാ. മറ്റുള്ളവരോട് പറയുന്ന എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. യു മസ്റ്റ് ഡു ദിസ്. മുകുന്ദൻ ഇനീഷ്യേറ്റീവ് എടുത്ത് എനിക്ക് കാര്യം നടത്തി തരണം. നിർമ്മല പറഞ്ഞാൽ എനിക്ക് നിരസിക്കാൻ പറ്റൂ? ചെയ്തിരിക്കും. ഓക്കെ. കുട്ടിയുടെ പേരെന്താണെന്നാ പറഞ്ഞത്?
ഗംഗ. ഓ, പവിത്രമായ പേരാണല്ലോ. ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ ചോദിച്ച് മനസ്സിലാക്കിക്കോണം. വന്നേ ചോദിക്കട്ടെ. പൊയ്ക്കോ. ഗംഗ ഏതുവരെ പഠിച്ചു? ഗ്രാജുവേഷൻ. ആ, ഇങ്ങോട്ടിരിക്കേ. എന്ത് ജോലിയോടാ താല്പര്യം? പറഞ്ഞോളൂ. ഏത് ജോലിയായാലും മതി. ആഹാ. ഗംഗ, മോള് പൊയ്ക്കോളൂ. എനിക്കൊരു പരാതിയുണ്ട് വിമല. വിമല ഇപ്പൊ ശരിക്കും എന്നെ അവഗണിക്കുക. എന്ന് വെച്ചാൽ? ഇങ്ങനെ ഓരോ പാർട്ടികളെ കാണിച്ച് കൊതിപ്പിക്കുന്നല്ലാതെ ഇതും അങ്ങനാണോ? മുകുന്ദൻ ധൈര്യമായിട്ടിരിക്കെ. ഇവളെ ഞാനൊന്ന് മെരുക്കി എടുത്തോട്ടെ. വാക്ക്. ഇത്ര പെട്ടെന്ന് ഇങ്ങ് വന്നോ? മന്ത്രിയെ കണ്ടില്ലേ? കണ്ടു. എന്നിട്ട് ഉടനെ ഇങ്ങ് പോന്നതെന്താ? ആന്റി പറഞ്ഞു പോയിക്കോളെ. മുകുന്ദൻ സാർ ആക്രാന്തം കാണിക്കാൻ തുടങ്ങി കാണും. ജോലിക്കാരി സംസാരിച്ചോ? എന്നിട്ട് മന്ത്രി ഏറ്റോ? ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലത് ശരിയായിന്ന് വിചാരിച്ചോളൂ. മാഡത്തിന്റെ മുമ്പിൽ വെച്ച് വാക്ക് തന്ന മുകുന്ദൻ സാറിന് പാലിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം എന്തിനാ ഇവിടെ വരുന്നത്? അത് കൊള്ളാം. കുടുംബ സുഹൃത്തുക്കൾ വീട്ടിൽ വരുന്നത് പതിവായ കാര്യല്ലേ? മോളെന്താ അങ്ങനെ ചോദിച്ചത്? ആ നോട്ടവും ചിരിയും പിന്നെ എനിക്കത്ര ശരിയാവും തോന്നില്ല. മനസ്സിലായി. മോൾക്ക് വീട്ടിൽ അമ്മാവനും ചിറ്റപ്പനും ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അവര് സംസാരിക്കുമ്പോ ചിലപ്പോ ദേഹത്ത് തൊട്ടെന്നൊക്കെ ഇരിക്കും. മുകുന്ദൻ സാറ് നല്ല ആളാ. പോരാത്തതിന് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയല്ലേ? അവരുടെ പെരുമാറ്റങ്ങൾ ഇഴകീറി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കാര്യം സാധിച്ചെടുക്കണം. എന്ത് കാര്യം? ജോലി വേണ്ടേ മോൾക്ക്? ജോലി വേണം എന്ന് കരുതി ചിലപ്പോ ഒന്ന് കണ്ണടച്ചു കൊടുത്തേക്കണമെന്നേ. കണ്ണടച്ചു കൊടുക്കണമെന്ന് വെച്ചാ എന്താ ഉദ്ദേശിക്കുന്നത്? അവര് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. വീട്ടിൽപ്പെട്ടവരോട് എന്നതുപോലെ നല്ല അടുപ്പത്തോടെ സംസാരിക്കണം. ചിരിക്കുകയും തമാശ പറയുകയും ഒക്കെ വേണം. പിന്നെ പിന്നെ പിന്നൊന്നുമില്ല, ഒക്കെ മാഡം പറഞ്ഞുതരും. സാർ ഇറങ്ങുവാണോ? 2-3 ഫംഗ്ഷൻ ഉണ്ട്. മാഡം എന്ത് പറഞ്ഞു സാർ? വിമല ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, പുതിയ വിരുന്നുകാരിയെ പറ്റി. കൊള്ളാം, പക്ഷേ ഉറങ്ങാൻ കിടന്നവനെ വിളിച്ച അത്താഴമില്ലെന്ന് പറയുന്ന പരിപാടിയാവരുത്. മനസ്സിലായോ ശരത്തിന്? പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. അതെന്താ? ആ കുട്ടി വളരെ റിസർവ്ഡാണ്. റിസർവ്ഡ് ആയതിനെ സോഷ്യബിൾ ആക്കിയെടുക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? അതും ഇതും പറഞ്ഞ് അതിനെ ഇവിടുന്ന് കടത്തി കളയരുത്. പറഞ്ഞേക്കാം, വിമല ആവശ്യപ്പെട്ട സംഭവങ്ങൾ നടക്കണമെങ്കിൽ എന്റെ ആഗ്രഹവും നടക്കണം. മനസ്സിലായോ ശരത്തിന്? സാർ എന്നാ വിമലയോട് അതൊന്നുകൂടി ഓർമ്മിപ്പിക്കാം. ശരി സാർ. ആ, എക്സ്ക്യൂസ് മീ മാം. യെസ്, മുകുന്ദൻ പോയല്ലോ. ഗംഗയെ കണ്ട അയാൾ കമിഴ്ന്നടിച്ച് വീണിരിക്കുക. എന്നോടും ആ കുട്ടിയെപ്പറ്റി പറഞ്ഞിട്ടാ സാർ പോയത്. മാഡത്തിനോട് പ്രത്യേകം ഓർമ്മിപ്പിക്കണമെന്നാ പറഞ്ഞത്. മുകുന്ദ സാറിന് ചെറിയൊരു നിരാശയുണ്ട്. അത് സാരമില്ല. റംബൂട്ടാൻ ആഗ്രഹിച്ചെന്ന് കരുതി ആപ്പിൾ കൊണ്ട് ചിലപ്പോൾ തൃപ്തിപ്പെടേണ്ടി വരും. മുകുന്ദനുള്ള നേർച്ചക്കൊഴിയായി അവൾ എവിടെ നിർത്തിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല.
ശരത്തിന് എന്ത് തോന്നുന്നു? അത് സേഫ് അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മുകുന്ദനെ നമുക്ക് വേണം. ഐ മീൻ അയാളുടെ പൊസിഷൻ, പൊളിറ്റിക്കൽ പവർ ഒക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതിലും വലിയ പുള്ളിപ്പുലികളുണ്ട് നമുക്ക് ക്ലയൻസായി. അതിലൊരാൾ സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്, ബിസിനസ്മാനായ പ്രതാപൻ. US-ലുള്ള യാ, ഇന്നലെ നാട്ടിലെത്തി. ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാവും. ഗംഗ ആദ്യം കണ്ടത് മുകുന്ദനെയാണെങ്കിലും ആദ്യമായി അവൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് പ്രതാപനെയാണ്. അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെ ചെയ്താൽ മതിയല്ലോ അല്ലേ മാഡം? മതി. ഗംഗയുടെ ഇന്നത്തെ രാത്രി പ്രതാപനുള്ളതായിരിക്കണം. എന്നിട്ട് വേണം മുംബൈയിൽ അയാൾ തുടങ്ങാൻ പോകുന്ന പുതിയ ബിസിനസ്സിൽ എനിക്ക് പാർട്ട്ണർഷിപ്പ് ഉറപ്പാക്കാൻ. ഒരുപാട് പുതുമയുള്ള പ്രോജക്റ്റാണത്. അതുകൊണ്ട് പ്രതാപനുള്ള ട്രീറ്റും പുതിയതായിരിക്കണം. മന്ത്രിയോട് ശുപാർശ ചെയ്ത ദിവസം തന്നെ ഗംഗ ജോലി പ്രവേശിക്കുകയാണ്. യു ആർ റൈറ്റ്. എന്നിട്ട് കഴിയുമെങ്കിൽ നാളെ തന്നെ അവളെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം ബാംഗ്ലൂരിലേക്ക്. ഗംഗയുടെ തുടർന്നുള്ള ജോലി ബാംഗ്ലൂരിലായിരിക്കും, ഓൺ ഡെപ്യൂട്ടേഷൻ. ഇരുന്നോളൂ. എന്തിനാ എന്നെ കാണുമ്പോ എഴുന്നേക്കുന്നേ? രുക്കു ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? വല്ലാതെ ഗ്ലൂമി ആയിരിക്കുന്നല്ലോ. വാട്ട് ഹാപ്പൻഡ്? ഞാൻ ഗിരിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ദുബായിൽ പോയതിൽ പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല. ജോലി കിട്ടിയോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് ഒന്ന് അറിഞ്ഞാ മതി. എന്റെ ഭാഗ്യദോഷം ഗിരിയെ പിന്തുടരുകയാണെന്ന് തോന്നുന്നു. ഭാഗ്യദോഷം, ആ വാക്ക് പറയാൻ വരട്ടെ. ആളെവിടെയാണെന്നാ പറഞ്ഞേ? ദുബായിലേക്കാ പോയത്. എങ്കിൽ ഭാഗ്യദോഷം ഇനി പറയണ്ട. യു ആർ ലക്കി. മോളുടെ ഗിരിയെക്കുറിച്ച് അറിയാനും എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും കഴിവുള്ള ഒരാൾ ഇന്നിവിടെ വരുന്നുണ്ട്. ആന്റി, വൺ മിസ്റ്റർ പ്രതാപൻ. US-ലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. എല്ലാ ഗൾഫ് നാടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ട്. പ്രതാപന് ഉള്ളം കൈയിലെ രേഖകൾ പോലെയാണ് ഗൾഫിലെ സ്ഥലങ്ങൾ. അയാൾക്ക് മോളെ നിഷ്പ്രയാസം സഹായിക്കാൻ കഴിയും. പുഷ്പം പോലെ ഗിരിയെ കണ്ടുപിടിച്ച് മുൻപിൽ നിർത്തി തരും. എപ്പോഴാ സാർ വരുന്നത്? വൈകിട്ടെത്തും. ഈശ്വര, ഗിരിയുടെ വിവരങ്ങൾ ഡീറ്റെയിൽഡായി മോൾ തന്നെ പ്രതാപന് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ സമാധാനായോ? അതെ ആന്റി. കുറെ നാളായി ഗംഗ ടെൻഷൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോ ഒരാശ്വാസത്തിനുള്ള വഴി തെളിഞ്ഞിരിക്കുക. ഈ ആശ്വാസം നാളത്തെ സന്തോഷത്തിന്റെ ഒരു സൂചനയാ. ഇനി ഇങ്ങനെ മൂടിയായിരിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ട്രിപ്പ് പോയാലോ? ഒരു ചെറിയ യാത്ര. യാത്ര എവിടേക്കാ ആന്റി? എനിക്ക് നാളെ ബാംഗ്ലൂരിലേക്ക് പോകണം. 2 ദിവസത്തെ പ്രോഗ്രാം. മോളെയും കൊണ്ടുപോവാന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പൊ ഒരു യാത്ര ഞാൻ വരുന്നില്ല ആന്റി, പ്ലീസ്. ഒറ്റയ്ക്കാകുമ്പോൾ വല്ലാതെ ബോറടിക്കും. മോൾക്ക് അതൊരു പുതിയ എക്സ്പീരിയൻസും ആവില്ലേ? ഒരു ചെറിയ ട്രിപ്പ് എന്ന് വിചാരിക്കുക. മാഡം അധികം ആരോട് സംസാരിക്കില്ല. പക്ഷേ പറയുന്ന കാര്യം അത് നമ്മൾ അനുസരിക്കണം. അല്ലെങ്കിൽ പിണങ്ങും, പിന്നെ ദേഷ്യവും. അപ്പോൾ നമ്മൾ പോകാൻ തീരുമാനിക്കുന്നു. വെരി ഗുഡ്.
ബാംഗ്ലൂരിലെ പ്രതാപന്റെ ഇരയാണ്. രുക്കു, യെസ് മാഡം. ഗസ്റ്റ് വന്നത് അറിഞ്ഞില്ലേ? പ്രതാപൻ സാറല്ലേ? കഴിക്കാനുള്ളതെല്ലാം റെഡിയാണ് മാഡം, പറഞ്ഞാ മതി. അതെല്ലാം ശരത്ത് നോക്കിക്കൊള്ളും. അതിലും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ഇന്ന് രുക്കുവിന്. പ്രതാപനുള്ള വിശേഷപ്പെട്ട ട്രീറ്റ് ഒരുക്കാൻ നീ കൂടെ നിൽക്കണം. ആ, മിനിസ്റ്റർ മുകുന്ദനെ പോലെയല്ല പ്രതാപൻ. അടുത്ത ടേണിൽ മുകുന്ദൻ മന്ത്രിയാവണമെന്നൊന്നുമില്ല. പക്ഷേ പ്രതാപന്റെ കാര്യം അങ്ങനെയല്ല. അയാൾ എന്നും അയാളുടെ പൊസിഷനിൽ തന്നെ ഉണ്ടാവും. വൻ തിമിംഗലമാണ്. ഒരു കാരണവശാലും നമ്മളെപ്പറ്റി അതൃപ്തി ഉണ്ടാവാൻ പാടില്ല. മാഡം. ജ്യൂസുമായി മുകുന്ദന്റെ മുമ്പിലേക്ക് വരാൻ പോലും ഗംഗയ്ക്ക് പേടിയായിരുന്നു, അതും പകൽ സമയത്ത്. ഇതിപ്പോൾ രാത്രിയാ. പക്ഷേ അവൾ പ്രതാപന്റെ മുറിയിൽ എത്തിക്കണം. അത് നമ്മുടെ ആവശ്യമാണ്. രുക്കു നയത്തിൽ ഗംഗയോട് സംസാരിക്കണം. ഓരോ ദിവസം കഴിയുന്തോറും അവൾക്ക് മാറ്റമുണ്ട് മാഡം. ആകെ ഒരു സംശയത്തിന്റെ ലക്ഷണമാണ്. എല്ലാ കാര്യങ്ങളെയും പറ്റിയും 2-3 തവണ ചോദിക്കും. മുമ്പ് വന്ന പെൺപിള്ളേരെ പോലെ അല്ല. ഇവിടെ ഇങ്ങനെ തുടരാൻ വിടുന്നത് നല്ലതല്ലെന്ന് തോന്നുന്നു. അതിന് തീരുമാനമായിട്ടുണ്ട്. അവളുടെ സംശയങ്ങളെല്ലാം നാളെ കൊണ്ട് അവസാനിക്കും. നാളെ അവളുടെ തട്ടകം ബാംഗ്ലൂരാണ്. നാളെ ഈ സമയത്ത് ഗംഗ മിക്കവാറും ബാംഗ്ലൂർ എത്തിയിരിക്കും. മാർവാടിക്ക് കൈമാറ്റം ചെയ്യണം. എല്ലാ സംശയങ്ങളും തീർന്നിട്ട് മാർവാടിയുടെ അതിഥി മുറിയിൽ കാത്തിരിക്കുകയായിരിക്കും ഗംഗ. ഇന്ന് പക്ഷേ പ്രതാപന്റെ ഊഴമാണ്. ഇന്ന് രാത്രിയിലെ വിരുന്നോടെ അയാൾ പൂർണ്ണമായും എനിക്ക് കീഴടങ്ങണം. അതിന് ഇന്നത്തെ രാത്രി വിരുന്നിൽ മുഖ്യ വിഭവമായി അവളുണ്ടാവണം, ഗംഗ. രുക്കുവിന്റെ റോൾ എന്താണെന്ന് പറയണ്ടല്ലോ മാഡം. എന്നാ ചെല്ലി, ഞാൻ പ്രതാപന്റെ റൂമിലുണ്ടായിരിക്കും. ശരി മാഡം. എന്തൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന വീടായത്. ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണം? എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. പുറത്തു കടക്കാൻ എന്തോ ഒരു വഴി. എന്തോ വലിയ ആലോചനയിലാണല്ലോ. നാളത്തെ ബാംഗ്ലൂർ യാത്രയെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും. ഒരു ടെൻഷനും വേണ്ട, സൂപ്പർ യാത്രയായിരിക്കും. ഒഴുകിപ്പോകുന്ന ഒരു AC തിയേറ്ററിൽ ഇരിക്കുന്നത് പോലെ ഹൈവേയിലൂടെ കാർ അങ്ങനെ പോവും. 5 സ്റ്റാർ ഹോട്ടലിലെ മാഡം ഭക്ഷണം കഴിക്കാൻ നിർത്തുള്ളൂ. ബാംഗ്ലൂരിൽ ചെന്നാലോ ഫാം ഹൗസിനോട് ചേർന്നാണ് താമസം. ഇതിലും വലിയ ബംഗ്ലാവുണ്ട് അവിടെ. ഫുൾ AC-യാ. ചെന്ന് കഴിഞ്ഞ ഇങ്ങോട്ട് വരണ്ടാന്നേ തോന്നും. പിന്നെ പ്രതാപൻ സാറ് വന്നിട്ടുണ്ട്. മാഡവും ശരത് സാറും എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. മോൾ അങ്ങോട്ട് ചെല്ലാൻ മാഡം പറഞ്ഞു. അവരുടെ സംസാരത്തിനിടയിൽ ഞാനെന്തിനാ ചെല്ലുന്നു? അങ്ങനെയല്ലേ വലിയ വലിയ ആൾക്കാരെ പരിചയപ്പെടുന്നേ. അതിന്റെ ഗുണം ഇപ്പോഴല്ല, പിന്നെയാ മനസ്സിലാവുന്നേ. പ്രതാപൻ സാറിനെ പോലെയുള്ളവരെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുക ആൾക്കാര്. അപ്പോഴാ അദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടുമോ?
മോളോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാ എല്ലാവരെയും മാഡം പരിചയപ്പെടുത്തി തരുന്നത്. മുമ്പേ മന്ത്രി, ഇപ്പൊ പ്രതാപൻ സാറ്. എന്നാലും അദ്ദേഹം രാവിലെ അല്ലേ പോകൂ? അന്നേരം ഞാൻ കണ്ടോളാം. മോളെ കൊണ്ട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പ്രതാപൻ സാറിനോട് സംസാരിപ്പിക്കണമെന്ന് മാഡം പറഞ്ഞിരുന്നല്ലോ. അവരുടെയൊക്കെ മൂഡ് എപ്പോഴാ മാറുന്നേന്നറിയില്ല. അതുകൊണ്ട് കയ്യോടെ കാര്യം അവതരിപ്പിക്കുക. ആവശ്യക്കാരെ നമ്മളാ. മോള് ചെല്ല് ചെല്ലു മോളെ. ഇരുട്ടിനു ശേഷം വെളിച്ചം, രാത്രിക്ക് ശേഷം പകൽ. ഈ ലോക നിയമം ഗംഗയ്ക്ക് ബാധകമല്ലേ? ഉറപ്പിക്കാൻ വരട്ടെ, എവിടെയോ പ്രത്യാശയുടെ നറുതിരിവട്ടമുണ്ട്, പ്രതീക്ഷയുടെ ആദ്യ കിരണങ്ങളുണ്ട്. കാത്തിരിക്കാം നമുക്ക്. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമ്മി കരിവണ്ടോതിയ കഥയാണേ.